മലയാളിക്കിപ്പോൾ ചക്ക സീസണാണ്. ഈ സീസണൊക്കെ കഴിഞ്ഞാലും വർഷത്തിൽ 365 ദിവസവും ചക്ക സുലഭമായി കിട്ടുന്നൊരു സ്ഥലമുണ്ട്. തൃശ്ശൂർ വേലൂർ പഞ്ചായത്തിലെ കുറുമാൽക്കുന്ന്, അവിടെ ആയൂർ ജാക്ക് ഫാം. ആയൂർ ജാക്ക് ഫാമിൻ്റെ സാരഥി ശ്രീ വർഗീസ് തരകനാണ് ഈ ആഴ്ച നമുക്കൊപ്പം. സ്വാഗതം. ഇതിപ്പോൾ എത്ര ഏക്കറുകളെ? 5 ഏക്കറുണ്ട് ഈ സ്ഥലം. 5 ഏക്കറിൽ മൊത്തം പ്ലാവാണ്? മൊത്തം പ്ലാവാണ്. കംപ്ലീറ്റ് പ്ലാവാണ്? കംപ്ലീറ്റ് പ്ലാവാണ്. അതെന്താ ഈ പ്ലാവിനോടൊരു കമ്പനി? പ്ലാവിനോട് കമ്പനി എന്ന് പറഞ്ഞാൽ ഒരു പ്ലാവ് നമുക്ക് ഭക്ഷണം തരണം. ഈ കാണുന്ന ചക്ക മുഴുവൻ ഭക്ഷണമാണ്. മറ്റേത് കൃഷി എടുത്താലും ഭക്ഷണമാവില്ല. റബ്ബർ ഷീറ്റ് കഴിക്കാൻ പറ്റുമോ? നാളികേരം കഴിക്കാൻ പറ്റുമോ? കുരുമുളക്, ഇഞ്ചി, കാപ്പി, ഏലം, എന്ത് സാധനം എടുത്താലും, അടയ്ക്ക, ഇതൊന്നും കഴിക്കാൻ പറ്റില്ല. ചക്ക ഭക്ഷണമാണ് പ്രധാനം. അത് 365 ദിവസം കിട്ടുക എന്ന് പറഞ്ഞാൽ അതിലേറെ പ്രധാനം. പിന്നെ പ്ലാവ് ഇതുവരെ പലർക്കും ഉണ്ടായിരുന്നൊരു ധാരണയുണ്ട്, പ്ലാവ് വിദേശിയാണോ എന്ന്. പ്ലാവ് വിദേശിയല്ല, പ്ലാവ് സ്വദേശിയാണ്. 6000 വർഷം പഴക്കമുണ്ട് പ്ലാവിനെ ലോകത്ത് കണ്ടെത്തിയ സ്ഥലം നമ്മുടെ പശ്ചിമഘട്ട മലനിരകൾ, വെസ്റ്റേൺ ഘാട്ട് എന്ന് പറയും. വെസ്റ്റേൺ ഘാട്ടിലാണ് പ്ലാവിനെ ലോകത്ത് ആദ്യമായിട്ട് കണ്ടെത്തിയേക്കുന്നത്. പ്ലാവിലുണ്ടാവണം ചക്കയും. 6000 വർഷം മുമ്പ് കണ്ടെത്തിയ ഈ പ്ലാവ് 1498 വരെ, പോർച്ചുഗീസുകാർ ഇന്ത്യയിൽ വരുന്നത് വരെ പ്ലാവിനെ വിളിച്ചിരുന്ന പേര് ചക്ക മരം എന്നും ചക്കയെ വിളിച്ചിരുന്ന പേര് ചക്ക പഴം എന്നാണ്. പോർച്ചുഗീസുകാർക്ക് ചക്ക എന്ന് പറയാനുള്ള പ്രയാസം കൊണ്ട്, അല്ലെങ്കിൽ നാവ് വഴങ്ങാത്തതുകൊണ്ട് അവർ ജക്ക എന്നും ജാക്ക എന്നും വിളിച്ചു തുടങ്ങി. പിന്നെ നമ്മൾ ജാക്ക് ഫ്രൂട്ട്, അങ്ങനെയാണ് ജാക്ക് ഫ്രൂട്ട് ആയത്. 1678 പോർച്ചുഗീസ് എഴുത്തുകാരനായ ഹെൻറിക് വാൻഡ്രൈഡ്, അദ്ദേഹമാണ് ഹോർത്തുസ് മലബാറിക്കസ് എന്ന് പറഞ്ഞ പുസ്തകം, മലയാള ലിപിയിൽ ആദ്യമായി എഴുതിയ പുസ്തകം. ഹോർത്തുസ് മലബാറിക്കസ് എന്ന് പറഞ്ഞ പുസ്തകത്തിലെ 3ാമത്തെ വോളിയം, 12 വോളിയം ഉണ്ടാവും ഹോർത്തുസ് മലബാറിക്കസിന്. അതിൽ 3ാമത്തെ വോളിയത്തിൽ 17 മുതൽ 21 വരെ പേജുകളിൽ ലാറ്റിൻ ഭാഷയിലും അതിൻ്റെ മലയാള പരിഭാഷയിൽ 35 മുതൽ 39 വരെ പേജുകളിലാണ് പ്ലാവിനെക്കുറിച്ച്, ചക്കയെക്കുറിച്ച്, പ്ലാവലയെക്കുറിച്ച്, പ്ലാവിൻ്റെ ചക്കയുടെ ഔഷധ ഗുണത്തെക്കുറിച്ച്, പഴയ കാലത്തെ ആളുകൾ വെറ്റില മുറുക്കുമ്പോൾ അടയ്ക്കയ്ക്ക് പകരം പ്ലാവിൻ്റെ ചക്കക്കുരുവിൻ്റെ പുറന്തോട് ചിരണ്ടിയിട്ട് വെറ്റിലയും കൂടി മുറുക്കിയിരുന്നു എന്നുള്ളത്. ചക്ക എന്ന് പറയുന്നത് കളയുന്ന സാധനമാണ്, അതിൻ്റെ ഒരു വേറൊരു ലെവലാണ്. അതെ, ഞാനിവിടെ വന്നപ്പോൾ ശ്രദ്ധിച്ചൊരു കാര്യം ഇതാണ്, പ്ലാവ് നമ്മൾ ഈ വേണമെങ്കിൽ ചക്ക വേരിലും കായ്ക്കും എന്നൊക്കെ പറഞ്ഞൊരു ചൊല്ലുണ്ട്. ഇവിടെ ചക്കക്ക് വേരില്ലെന്നല്ല, ചക്ക ഇങ്ങനെ മുന്തിരിങ്ങ കാഴ്ച കിടക്കുന്ന പോലെയാണ് ചക്ക കാഴ്ച കിടക്കുന്നത്, അല്ലേ? കൊല്ലക്കണക്കിന്. ഇത് എന്ത് ഇനമാണ്? ഇതിൻ്റെ പേരാണ് ആയൂർ ജാക്ക്. ഇത് വർഷത്തിൽ 2 തവണ കായ്ക്കും. ശരി. ഒരു പ്ലാവ് 2 തവണ കായ്ക്കും. ഒരേ ദിവസം നമ്മൾ കുറേ പ്ലാവുകൾ കൃഷി പോലെ ചെയ്യുക, എണ്ണം കൂടുതൽ വെച്ചാൽ, ഒരേ സ്ഥലത്ത് വെച്ചാൽ ഇത് 360 ദിവസം നമുക്ക് ചക്ക തരും. മാറി 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 ഇങ്ങനെ പ്ലാവുകൾ മാറി മാറി കായ്ച്ചുകൊണ്ടിരിക്കും. ഒരേ സീസണിലല്ല കായ്ക്കുക, എന്നും നമുക്ക് ചക്കയാണ്. ഇപ്പോൾ അടുത്ത കാലത്ത് ബ്രസീൽ എംബസി അവർക്ക് ചക്ക കഴിക്കാൻ, ഇന്ത്യയിൽ മുഴുവൻ ചക്ക, നവംബർ മാസത്തിൽ പഴുത്ത ചക്ക അന്വേഷിച്ചിട്ട് ചക്ക കിട്ടാതെ എനിക്ക് ഒരു ഫോൺ കോൾ വന്നു, ഡൽഹി ബ്രസീൽ എംബസിയിൽ നിന്ന്. ഞാൻ സത്യത്തിൽ വിശ്വസിച്ചില്ല. ബ്രസീൽ എംബസിയിൽ നിന്ന് ഒരു ഫോൺ കോള് ചക്കയ്ക്ക് എനിക്ക് വരാനുള്ള വലിപ്പമൊന്നും എനിക്കായിട്ടില്ല. ഞാൻ സാധാരണ ഒരു കൃഷിക്കാരനാണ്. പക്ഷേ ഫോൺ കോൾ വന്ന് അവർക്ക് മനസ്സിലായി, എനിക്ക് മനസ്സിലായില്ല എന്ന്. ഇമെയിൽ അഡ്രസ്സ് തരാൻ പറഞ്ഞ ഇമെയിൽ അയച്ചു കൊടുത്തു. അതിൽ അവർ ബ്രസീൽ എംബസിയിൽ ലെറ്റർ ഹെഡിൽ അവർ ഞങ്ങളുടെ റിപ്പബ്ലിക് ദിനം നവംബർ 19 ബ്രസീൽക്കാരുടെ, അപ്പോഴാണ് നവംബർ 19 ബ്രസീൽക്കാരുടെ റിപ്പബ്ലിക് ദിനമാണെന്ന് മനസ്സിലാവണേ. ഞങ്ങൾക്ക് എല്ലാ എംബസികളെയും ഒപ്പം തന്നെ കേന്ദ്രമന്ത്രിമാരെയൊക്കെ വിളിച്ച് ഞങ്ങളുടെ എംബസിയിൽ, ബ്രസീൽ എംബസി ഡൽഹിയിൽ വലിയൊരു ചടങ്ങ് സംഘടിപ്പിച്ചു. അതിന് സ്പെഷ്യൽ ഡിസർട്ട് ഉണ്ടാക്കാൻ ചക്ക പഴുത്തത് വേണം. അത് നിങ്ങളുടെ കയ്യിലാണ് ഉള്ളതെന്നാണ്, ഇന്ത്യയിൽ എന്നും കിട്ടുന്ന സ്ഥലം നിങ്ങളുടെ കയ്യിൽ ആയൂർ ജാക്ക് ഫാമിലാണെന്ന് മനസ്സിലാക്കി. അതുകൊണ്ടാണ് നിങ്ങളെ വിളിച്ചതെന്ന് പറഞ്ഞു. ഞാൻ അവർക്ക് ആവശ്യമുള്ള ചക്ക എയർ കാർഗോ വഴി അയച്ചു കൊടുത്തു. 60 കിലോ ചക്ക അവരെ ആവശ്യപ്പെട്ടു, അത് അയച്ചു കൊടുത്തു. അങ്ങനെ ബ്രസീൽ എംബസിയിലെ ഈ ചടങ്ങ് കഴിഞ്ഞിട്ട് ബ്രസീൽ അംബാസഡർ അടുത്ത കത്ത് ഇങ്ങോട്ട് വരികയാണ്, നിങ്ങൾ ഞങ്ങൾക്ക് അയച്ചു തന്ന ചക്ക
വളരെ രുചികരമായിരുന്നു. ഞങ്ങളുടെ വിഭവം ഉണ്ടാക്കിയ ആ ചടങ്ങിൽ വന്നപ്പെട്ട അതിഥികൾ മുഴുവൻ ഈ ഡെസർട്ടിനെയാണ് അവർ ഇഷ്ടപ്പെട്ടത്. അതിൻ്റെ പ്രത്യേക നന്ദി നിങ്ങളെ അറിയിക്കുന്നു. ഇനിയും ഞങ്ങൾ നിങ്ങളെ ബന്ധപ്പെടും. എന്തായാലും പ്രത്യേകം നന്ദിയുണ്ട്. നിങ്ങൾ പണം മേടിച്ചില്ല എന്നുള്ളത് നിങ്ങളുടെ ഒരു തറവാടിത്തമായിട്ട് ഞങ്ങൾ കാണുന്നു. ആ കത്തിൽ എഴുതിയേക്കാണ്, ഞങ്ങളുടെ കയ്യിൽ നിന്ന് ഇത്രയും ചക്ക തന്ന് നിങ്ങൾ ഒരു രൂപ പോലും വാങ്ങിച്ചില്ലല്ലോ. അപ്പോൾ ഞാൻ തിരിച്ച് അവരെ വിളിച്ചു പറഞ്ഞു, ഞാൻ ഇന്ത്യ രാജ്യത്ത് ജീവിക്കുന്ന ആളാണ്, നിങ്ങൾ ബ്രസീൽ രാഷ്ട്രത്തിൻ്റെ ഒരു നോമിനിയാണ്. ഇത് രണ്ട് രാഷ്ട്രങ്ങൾ തമ്മിലുള്ള ബന്ധമാണ്. അപ്പോൾ ഒരു ഇന്ത്യൻ പൗരൻ എന്നുള്ള നിലയ്ക്ക് നിങ്ങളുടെ രാജ്യത്തിനെ ഹോണർ ചെയ്യാണ്. ഒരു ചക്ക നയതന്ത്രമാണ്. അതെ. എനിക്ക് ചോദിക്കാനുള്ളതെന്ന് പറഞ്ഞാൽ ഈ പല മനുഷ്യർക്കും പല ലഹരിയാണ് അല്ലേ? പല ലഹരിയാണ്. എനിക്ക് തോന്നുന്നു നിറയെ റബ്ബർ ഉണ്ടായിരുന്ന സ്ഥലമാണ്. അതെ അതെ അതെ. ഈ റബ്ബർ വെട്ടി കളഞ്ഞിട്ടാണ്. അതെ, 12 കൊല്ലം 6 വർഷം പ്രായം ഉണ്ടായിരുന്ന ഞാൻ വെച്ച് പിടിപ്പിച്ച റബ്ബർ ഞാൻ തന്നെ വെട്ടിമുറിച്ച് കളയാണ്. അന്ന് ഈ അയൽവക്കത്തെ ആളുകൾ, നാട്ടുകാരെല്ലാവരും പറഞ്ഞിരുന്നത് എനിക്ക് മാനസിക വിഭ്രാന്തി കൊണ്ടാണ് റബ്ബർ മുഴുവൻ വെട്ടിക്കളഞ്ഞതെന്ന്. അയാൾ വെച്ചത് അയാൾ മുറിക്കണം. അപ്പോൾ അത് ഒരു മാനസിക നില തെറ്റിയുണ്ട് എന്ന് പറഞ്ഞു ആ സമയത്ത്. ഇപ്പം അവർ തന്നെ തിരിച്ചു പറഞ്ഞു തുടങ്ങി. സത്യം ഈ 5 ഏക്കർ പ്ലാവെന്ന് കേട്ടപ്പോൾ എനിക്കും ആദ്യം തോന്നി കിളി പോയതാണോ, ഇനി ഇവരിവിടെ വന്ന് ഇതിൻ്റെ സെറ്റപ്പൊക്കെ കണ്ടപ്പോഴാണ് സംഭവം അതിൻ്റെ ഒരു ഡെഡിക്കേഷൻ മനസ്സിലാവുമെന്ന് പറഞ്ഞാൽ ഈ ഇത്രയും സ്ഥലത്ത് സാധാരണ നമ്മൾ ഈ നാട്ടിൽ നമ്മളെല്ലാവരും നാട്ടിൽ ചക്കയുണ്ട്. അത് ചക്ക അവിടെ നിന്ന് പഴുത്ത് അത് തറയെ വീണ് അത് പറമ്പിൽ കിടന്ന് അത് ഈച്ചയാട്ടി അങ്ങനെയൊക്കെ പോവാണ്. ഇവിടെ റോയൽ ട്രീറ്റാണ്. ഭയങ്കര സന്തോഷമുണ്ട് കാണും. കാരണം ഈ 5 ഏക്കറിൽ ഇങ്ങനെ തല ഉയർത്തി നിൽക്കുന്ന പ്ലാവുകൾ. പിന്നെ വേറെ കാര്യം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ വന്നിട്ട് ഒരു ചക്ക ഇടറാന്ന് പറഞ്ഞാൽ നമുക്ക് ചെന്ന് കൈകൊണ്ട് നിലത്ത് നിന്ന് പറിച്ചെടുക്കാൻ. ഇപ്പൊ ഈ പ്ലാവിന്റെ മുകളില് ഇപ്പൊ ഈ അടുത്ത കാലത്ത് ഗിന്നസ് പക്രു, നമ്മുടെ ഗിന്നസ് പക്രു എന്ന് പറഞ്ഞാൽ ഫിലിം സ്റ്റാറുകളെ ഏറ്റവും ഉയരം കുറഞ്ഞ 24 ഇഞ്ച് മാത്രം ഹൈറ്റും 20 കിലോ തൂക്കമുള്ള ഗിന്നസ് പക്രു എൻ്റെ ഈ മുട്ടിന്റെ അത്ര ഉയരമുള്ളൂ. എനിക്കറിയാം. അദ്ദേഹം ഇവിടെ വന്നിട്ട് അദ്ദേഹത്തെ ഒരു ചടങ്ങിൽ വെച്ച് ഞാൻ കണ്ടപ്പോൾ ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞു, നിങ്ങളുടെ ജീവിതത്തിൽ നടക്കാത്തൊരു കാര്യം ഞാൻ സാധിച്ചു തരാം നിങ്ങൾക്ക്. എന്താണെന്ന് ചോദിച്ചപ്പോൾ എൻ്റെ തോട്ടത്തിൽ വന്നാൽ ഒരു പ്ലാവിൻ്റെ മുകളിൽ നിന്ന് പഴുത്ത ചക്ക നിങ്ങൾക്ക് മുറിച്ചെടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞൊരു വാക്ക്, എന്നെ കളിയാക്കരുതെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു നിങ്ങൾ വരൂ. വന്ന് കണ്ടപ്പോൾ അദ്ദേഹം ഒരു കത്തി എടുത്തിട്ട് ഇതേമാതിരി പോയി ആ പ്ലാവിൽ നിന്ന് പഴുത്ത ചക്ക മുറിച്ച് കഴിച്ചപ്പോൾ പറഞ്ഞു, എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും നടക്കാൻ സാധ്യതയില്ലാത്തൊരു കാര്യം നിങ്ങൾ നടത്തി തന്നതിൽ വലിയ സന്തോഷമുണ്ട്. അത് ഈ ആയുർ ജാക്ക് ഫാമിനോടുള്ള സന്തോഷം ഞാൻ രേഖപ്പെടുത്തി പോവുകയാണ് കേട്ടോ എന്ന് പറഞ്ഞു. ഒരു മനുഷ്യൻ്റെ ജീവായുസിൽ നടക്കാൻ ഒരു നിലയ്ക്കും സാധ്യതയില്ലാത്ത ഗിന്നസ് പക്രുവിന് ചക്ക ഇടാൻ പറ്റുമോ? സ്വാഭാവികമായിട്ട് നമുക്ക് പറ്റില്ല. ഒരു വലിയ പ്ലാവിക്കാർ ചക്കടം പറഞ്ഞ് നമ്മളിങ്ങനെ പ്ലാവിന് ഉയരം കാണുമ്പോൾ തന്നെ നമ്മൾ. അതെ, ഇവിടെ അതാണ് അതിൻ്റെ ഒരു വലിയ പ്രത്യേകത. പിന്നെ ഒരു പ്രധാന കാര്യം, ഒരു പ്ലാവിൻ്റെ ചക്കയിൽ 25 തരം മെഡിസിൻ കണ്ടന്റ് ഉണ്ട്. ഒരു ചക്കയിൽ 25 തരം മെഡിസിൻ കണ്ടന്റ്. ഈ 25 തരം മെഡിസിൻ കണ്ടന്റുള്ള ഒരു ചക്ക മനുഷ്യൻ്റെ ശരീരത്തിൽ ക്യാൻസർ ഉണ്ടാക്കുന്ന പ്രധാന കണ്ടന്റ് എന്ന് പറയുന്നത് ഗ്ലൂട്ടൻ ഇല്ലാത്ത ഒരേ ഒരു ഫ്രൂട്ട് ചക്ക. ഈ ചക്ക എന്നാൽ ഫ്രൂട്ടല്ല, ചക്ക ഒരു ഫ്ലവറാണ്. ഫ്ലവറിൻ്റെ ഇതളുകളാണ് ചക്കയുടെ ചുളകൾ. ലോകശാസ്ത്രജ്ഞർ 2 വിഭാഗമായിട്ട് ഇവിടെ തർക്കം നടക്കുന്നുണ്ട്. ഒരു വിഭാഗം ഫ്രൂട്ടും ഒരു വിഭാഗം ഫ്ലവറും. നിലവിൽ എനിക്ക് ഡോക്ടറേറ്റ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ 2 വിഭാഗത്തിൻ്റെ സെൻറ്ററിൽ നിൽക്കുകയാണ്. അപ്പോൾ അത് ഒരു വലിയ ഘടകമാണ്. പിന്നെ കേരളത്തിലെ ചക്ക ഉണ്ടാവുന്ന സമയത്ത് ഇവിടെ മരുന്ന് വിൽപ്പന ക്രമാതീതമായിട്ട് കുറയുന്നുണ്ട്. അത് കുറേ കാലങ്ങളായിട്ടുള്ള പഠനമാണ്. ഈ മെഡിക്കൽ കമ്പനികൾ അവർ പഠനം നടത്തുമ്പോൾ അവരുടെ റെപ്രസെൻറ്റേറ്റീവുമാർ ഡോക്ടേഴ്സിൻ്റെ അടുത്ത് പോയി ഇവിടെ മരുന്നുകൾ കുറവാണല്ലോ, ഞങ്ങളുടെ കമ്പനിയിൽ മരുന്ന് ഡോക്ടർ എഴുതാത്തത് കൊണ്ടാണോ എന്നൊക്കെ പലരും ചോദിക്കുമ്പോൾ അവരടക്കം പറയുന്ന കാര്യമാണ്. അപ്പോൾ ഡോക്ടേഴ്സ് പറയും ഞങ്ങൾ എഴുതാണ്ടല്ല, അസുഖമുള്ളവനെല്ലാം എഴുതാൻ പറ്റുക. അപ്പോൾ എന്തുകൊണ്ടാണ് അങ്ങനെ മരുന്ന് വിൽപ്പന കുറയണേ ഈ പർട്ടിക്കുലർ ടൈമിൽ എന്ന് അന്വേഷിച്ചപ്പോൾ ഈ 25 തരം മെഡിസിൻ കണ്ടന്റ് ഉണ്ടെന്ന് കണ്ടെത്തുന്നത് അങ്ങനെയാണ്. പല അസുഖങ്ങൾക്കും ചക്ക ഉണ്ടാവുന്ന സമയത്ത് ആ പേഷ്യൻസിന് മരുന്ന് ആവശ്യമില്ല. ഈ ഡയബറ്റിക്സ്, കൊളസ്ട്രോള്, അതേപോലെ ഇപ്പോൾ അടുത്ത കാലത്ത് ക്യാൻസർ വന്ന് കീമോ ചെയ്യുന്ന ആളുകൾക്ക് ചക്ക കഴിച്ചാൽ കീമോ ചെയ്യുന്ന ആ ഒരു വിഷമുണ്ടാവും സാധാരണ പേഷ്യൻസ്. ആ വിഷമില്ല എന്ന് ബോധ്യപ്പെട്ട് കഴിഞ്ഞു. ചുരുക്കത്തിൽ പ്ലാവാണ് നമ്മുടെ കൽപ്പവൃക്ഷം, ഒരു സംശയവുമില്ല. ഇനമാണ്. അതെ, ആയുർജാക്ക് എന്നുള്ള ഈ ഇനത്തിന്റെ പ്രത്യേകത 2 തവണ ഒരു വർഷം കായ്ക്കും. ഇതെങ്ങനെയാണ് കിട്ടിയത്? ഇത് എൻ്റെ വൈഫ് ഹൗസിൽ കൊല്ലങ്ങൾക്ക് മുമ്പ് ഉണ്ടായിരുന്ന ഒരു പ്ലാവ് 2 തവണ കായ്ക്കും. എനിക്കാണ് ഈ പ്ലാവിൻ്റെ ചക്ക വലിയ ഇഷ്ടം. ഞാൻ പ്ലാവിൻ്റെ മുകളിൽ കയറി
ചക്ക പഴുത്ത് മുറിച്ച് പകുതി കഴിച്ചിട്ട് ഇറങ്ങിയിരുന്ന ഒരാളാണ്. അപ്പോൾ ഈ നമുക്ക് 12 മാസം കഴിഞ്ഞ് ഒരു വയസ്സ് കൂടും തോറും നമുക്ക് പ്ലാവിൻ്റെ മുകളിൽ കയറാനുള്ള പ്രയാസം കൂടും, സ്വാഭാവികമാണ്. അപ്പോൾ നമുക്ക് ചക്ക കഴിക്കാനുള്ള ഇഷ്ടം കുറയണില്ല. അപ്പോൾ താഴ്ത്ത് കിട്ടാനുള്ള സംവിധാനം നമ്മൾ നോക്കി നമ്മുടെ സ്വന്തം ആവശ്യത്തിന് തുടങ്ങിയതാണ്. ശരി. ഞാൻ 14 വർഷമായി പ്ലാവ് കൃഷിയുമായി ബന്ധപ്പെട്ട റിസർച്ചും കാര്യങ്ങളായിട്ട് ഇവിടെ ഒരു 3-4 കൊല്ലമായി വ്യാപകമായിട്ട് ചെയ്തിട്ട്. ഈ വ്യാപകമായിട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ ഇതിന്റെ തുടക്കം 13-14 കൊല്ലായി. ഈ നമ്മൾ ഈ 5 ഏക്കർ പ്ലാവ് ഈ റബ്ബർ വെട്ടിയിട്ട് പ്ലാവ് വെക്കാൻ 12 വർഷവും 6 വർഷവും പ്രായമുള്ള റബ്ബർ കടചേര വെട്ടാൻ 3 കൊല്ലം വെയിറ്റ് ചെയ്തു. വേണോ വേണ്ടേ, വേണോ വേണ്ടേ. ഇത്രയും ഉയർന്നൊരു പ്രദേശം, ഇത്രയും സ്ഥലത്ത് ഇത്രയും മരങ്ങൾ, സ്വാഭാവികമായിട്ടും റബ്ബറിന് വലിയ വെള്ളമൊന്നും ആവശ്യമില്ല. പക്ഷേ പ്ലാവിന് അങ്ങനെയല്ല, വെള്ളം വേണം. ഇതിൻ്റെ ഒരു ഈ ജലസ്രോതസ് കണ്ടെത്തുന്നത് എവിടെയായിരുന്നു? ജലസ്രോതസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ താഴെ കഴിഞ്ഞ 65 കൊല്ലമായിട്ട് കുടിക്കാൻ വെള്ളമില്ലാത്ത 35 വീട്ടുകാർ 1995 അവർക്ക് നെതർലാൻഡ് ഗവൺമെന്റ് ഒരു ബോർവെല്ല് കുഴിച്ചു കൊടുത്തു. 2012 ബോർവെല്ല് വറ്റിപ്പോയി. അത് 2000 ഓഗസ്റ്റിൽ ലണ്ടൻ സ്കൂൾ ഓഫ് എക്കണോമിക്സ് 10784 വേഴ്സുള്ള പ്രബന്ധമായി പഠിച്ചിട്ടുണ്ട്. NIRD 2004 പഠിച്ചിട്ടുണ്ട്, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റൂറൽ ഡെവലപ്മെന്റ്. അവിടെ 2012 വറ്റിപ്പോയ ഈ ബോർവെല്ല്, ആ ബോർവെല്ലിൻ്റെ സ്ഥാനത്ത് ഞാൻ ഈ കാര്യങ്ങളെക്കുറിച്ച് പഠിച്ചു. അപ്പോൾ വെള്ളം മുഴുവൻ ഈ കുറുമാൽ കുന്നിൻ്റെ മുകളിൽ നിന്നുള്ള ഒഴുകി പോവാണ്. അപ്പോൾ ശരിക്കും വെള്ളത്തിൻ്റെ കണക്ക് വീണ്ടും പഠനം നടത്തി. 1 സെൻറ്റ് സ്ഥലത്ത് കേരളത്തിലെ ശരാശരി വന്നു വീഴുന്ന മഴവെള്ളം സെൻട്രൽ വാട്ടർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ കണക്കനുസരിച്ച് 1,20,000 ലിറ്റർ മഴവെള്ളം വന്ന് പതിക്കും കേരളത്തിൽ. അപ്പോൾ ഈ 5 ഏക്കറുള്ള സ്ഥലത്ത് 6 കോടി ലിറ്റർ മഴവെള്ളം പ്രതിവർഷം വന്ന് പതിക്കുകയാണ്. ഈ വെള്ളം മുഴുവൻ അരമണിക്കൂറിനുള്ളിൽ ഒഴുകി പോവുക. അപ്പോൾ ഞാൻ പോലും അതിൻ്റെ ഒരു കുറ്റക്കാരനാണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഈ വെള്ളം ഒഴുകി പോവാതിരിക്കാനുള്ള സംവിധാനമായി അടുത്ത ചിന്ത. ഈ വെള്ളം ഒഴുകി പോകാതിരിക്കണമെങ്കിൽ ഈ കുന്നിനെ വെറുതെ നമ്മൾ തട കെട്ടിയിട്ട് കാര്യമില്ല, ഡിസൈൻ ചെയ്ത് ഓരോ ഈ 5 ഏക്കർ സ്ഥലത്തിനെയും ചെറിയ ചെറിയ പ്ലോട്ടാക്കി തിരിച്ചു. ഓരോ പ്ലോട്ടിലും പെയ്യുന്ന മഴവെള്ളം മുഴുവൻ ശേഖരിച്ച് പിന്നെ നമ്മൾ ചെയ്തത് മഴവെള്ളത്തിനെ ഇവിടെ എങ്ങനെ താഴ്ത്താം, അപ്പം ട്രഞ്ച് ചെയ്തിട്ട് ഈ വാട്ടർ ഹാർവെസ്റ്റിംഗ് നടത്തി. അങ്ങനെ ഈ 2012 വറ്റിപ്പോയ ഈ നെതർലാൻഡ് ഗവൺമെൻറ് പരാജയപ്പെട്ട ഈ ബോർവെല്ല് ഉപയോഗിച്ചിരുന്ന 35 വീട്ടുകാരുടെ കിണറിൽ ഞാൻ 2012 അവസാനം തൊട്ട് ശേഖരിച്ച മഴവെള്ളം, അല്ലെങ്കിൽ 13 ജൂൺ തൊട്ടുള്ള മഴവെള്ളം ശേഖരിച്ചതിൻ്റെ അവിടുന്ന് തൊട്ട് ഇന്ന് ഈ നിമിഷം വരെ ഈ 35 വീട്ടുകാർക്കും വെള്ളത്തിന് യാതൊരു ക്ഷാമവും. ശരി. എത്ര പ്ലാവ് ഉണ്ട്? അങ്ങനെ 1000 പ്ലാവ് ഇതിനകത്ത്. 1000 പ്ലാവ് മണ്ണിൽ കുഴിച്ച് ഇതേമാതിരി 1000 പ്ലാവ് ഉണ്ട്. 13,160 ടൺ ഓക്സിജൻ ഒരു വർഷം ഈ പ്ലാവുകൾ പുറത്തേക്ക് വിടും. ഈ തൈകൾ ഇരിക്കുന്നത് പല പ്രായത്തിലുള്ള തൈകളുണ്ട്. ഞങ്ങളൊരു 3 മാസം മുതൽ 1 വർഷം വരെയുള്ള തൈകളാണ് ഇവിടുന്ന് വിൽപ്പന നടത്തുക. ഞങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന ഈ ആയുർജാക്കിന്റെ തൈ ഞങ്ങളുടെ ഫാമിൽ മാത്രമേ കൊടുക്കൂ. ഇവിടെ വരുന്നവർക്ക് ഞങ്ങൾ പഴുത്ത ചക്ക പ്ലാവിൽ നിന്ന് മുറിച്ച് കഴിക്കാൻ കൊടുക്കും. കഴിക്കാൻ കൊടുത്ത് രുചിയുണ്ടെന്ന് അവർക്ക് ഉറപ്പായതിന് ശേഷം അവർക്ക് ആവശ്യപ്പെട്ട മാത്രം. എനിക്ക് തോന്നുന്നു അത് കാണുമ്പോൾ തന്നെ ആളുകൾ ഈ പ്ലാവിൽ നിന്ന് ഡയറക്റ്റ് ചക്ക നമ്മൾ അറുത്ത് അവിടെ വെച്ച് തന്നെ മുറിച്ച് അവിടെ വെച്ച് തന്നെ കഴിക്കുമ്പോൾ തന്നെ ഒരുവിധ ആളുകൾ, കാരണം ഒന്ന് പലരുടെയും ജീവിതത്തിലായത്തെ സംഭവം. അപ്പോൾ അത് കാണുമ്പോൾ തന്നെ ആളുകൾക്ക്, അപ്പോൾ പിന്നെ ഈ എത്ര മാസം കൊണ്ട് കായ്ക്കുമെന്നാണ്? ഇപ്പോൾ 3 മാസം ഉള്ള ഒരു 250 രൂപ തൊട്ടാണ് നമ്മുടെ തൈ കൊടുക്കുക. അപ്പോൾ 250 രൂപയുടെ ഒരു തൈ ആണെന്നുണ്ടെങ്കിൽ ഒരു 2.5 കൊല്ലം ഞങ്ങൾ പറയും ശരി കായ്ക്കാൻ. പക്ഷെ അതിനേക്കാൾ മുന്നേ ആവാം. ഒരു 500 രൂപയുടെ തൈയാണെങ്കിൽ 2 കൊല്ലത്തിൻ്റെ താഴെയുള്ള സമയം കൊണ്ട് കായ്ക്കും. അപ്പോൾ ഇവിടുന്ന് ഇപ്പോൾ ആന്ധ്രയിൽ കൊണ്ടുപോയി ആന്ധ്രക്കാർക്ക് ഇഷ്ടം പോലെ ചക്ക ഉണ്ടായി തുടങ്ങി. ബാംഗ്ലൂര്, മദ്രാസ്, ഈവൻ ഛത്തീസ്ഗഡ്, വെസ്റ്റ് ബംഗാൾ വരെ ഇവിടുന്ന് പ്ലാവും തൈ ഉണ്ടായി. സംഭവം തൃശ്ശൂരിൽ നിന്ന് ഭാരത പര്യടനമാണ് അല്ലേ? നമ്മളിപ്പോൾ 365 ദിവസവും ചക്ക കിട്ടും. 300 ഒരു ദിവസം ശരാശരി പഴുത്ത ചക്കകൾ എത്ര? ഇവിടെ ഒരു 1500 to 2000 പേര് ഒരു ദിവസം ഈ തോട്ടം കാണാനും പഠിക്കാനും സന്ദർശിക്കാനും വരും. വരുന്ന ആളുകൾക്ക് മുഴുവൻ നമ്മൾ ചക്ക പഴുത്ത് കൊടുക്കും. അതിന് ശേഷമാണ് നമ്മൾ വേറെ കഥ പറയുള്ളൂ. വന്ന ആളുകൾ ഹാപ്പി ആവണം. മധുരം നുടഞ്ഞു പോവാന്നൊക്കെ പറയില്ലേ,
അവർ തൈ മേടിക്കുന്ന ഒരു നിർബന്ധമില്ല. ഇത് വന്ന് കാണണം, ഇത് പഠിക്കണം. ഇത് കേരളത്തിൽ ഇപ്പോൾ കേരളത്തിൻ്റെ സംസ്ഥാന ഫലമായിട്ട് കേരള ഗവൺമെൻറ് 2018 മാർച്ച് 21 ചക്കയെ സംസ്ഥാന ഫലമായിട്ട് പ്രഖ്യാപിച്ചത്. അപ്പോൾ അതിനേക്കാൾ എത്രയോ വർഷം മുമ്പ് ഞാൻ പ്ലാവ് കൃഷി തുടങ്ങി. അപ്പോൾ കേരളത്തിലെ എനിക്ക് പ്ലാവ് കൃഷി ചെയ്യാം എന്ന് കേരളീയരോട് കാണിച്ചു കൊടുക്കാൻ സാധിക്കും. നമ്മളിപ്പോൾ കാണുന്നതെല്ലാം ഈ ചെറിയ ചെറിയ അല്ലെങ്കിൽ അത്യാവശ്യം ചെറിയ ചക്കകളാണ്. ഇത് മാക്സിമം എത്ര വരും ഒരു ചക്ക? ഒരു ചക്ക 5 കിലോ മുതൽ 12-13 കിലോ വരെ വരാം. അതിന് ഈ പ്ലാവിൻ്റെ ചക്ക ഇപ്പം ഇതിൻ്റെ കൊലയിൽ ഷേപ്പ് കുറഞ്ഞ ചക്ക ഉണ്ടായി തുടങ്ങി ഷേപ്പ് കുറഞ്ഞ ചക്കയാണെങ്കിൽ നമുക്ക് ഇടിയൻ ചക്ക ആയിട്ട് മുറിച്ച് കറി വയ്ക്കാം, അല്ലെങ്കിൽ ഇടിയൻ ചക്കയുടെ കട്ട്ലൈറ്റ് ഉണ്ടാക്കാം. അപ്പോൾ ഷേപ്പില്ലാത്ത ചക്കയുടെ വളർച്ച ഈ പ്ലാവിൻ്റെ തടിയിൽ നിന്ന് വലിക്കുന്ന നീര് അത്രയും കുറഞ്ഞു. ഷേപ്പുള്ള ചക്ക നിർത്തിയാൽ നല്ല സൈസിൽ 12-13 കിലോ വരെയായിട്ട് കിട്ടും. ഓ അത് ശരി. ഇത് ഞാൻ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞാൽ മുന്തിരിക്ക് പിടിക്കുന്ന പോലെയാണ്. ഇത് ഒരുപാടെണ്ണം പിടിക്കും അല്ലേ? ഒരുപാട് പിടിക്കും. പിടിക്കുന്ന പറഞ്ഞാൽ ചക്ക ഉണ്ടാവണേനെ ചക്കയ്ക്ക് പ്ലാവിന് പ്രാന്ത് പിടിക്കാന്ന് പറയും. അതേപോലെയാണ് ചക്ക. ഞാനത് പറഞ്ഞു ചേട്ടൻ വിചാരിക്കുന്നത് ഞാനത് പറയുന്നത് അത് സത്യമാണല്ലോ. ഇതിലെ എനിക്കിപ്പോ ഒരു പ്ലാവിന്റെ മുകളിൽ കുറെ ചക്ക എവിടെന്നെങ്കിലും മുറിച്ചു കൊടുത്ത് സോൾഡറിങ് ആയി വെച്ച് മാല ബൾബ് സോൾഡർ ചെയ്ത് പിടിപ്പിക്കാൻ പറ്റില്ലല്ലോ. രണ്ട് പ്രളയത്തെ അതിജീവിച്ചൊരു ഫാമാണ് എനിക്ക് തോന്നുന്നത്. കാരണം കർഷകർ നഷ്ടങ്ങളുടെ മാത്രം കഥ പറഞ്ഞപ്പോൾ ഈ രണ്ട് പ്രളയത്തിലും വലിയ കുഴപ്പമില്ല. 2018 കേരളത്തില് സാധാരണ പെയ്യുന്ന മഴവെള്ളം 1 സെന്റില് 1,20,000 ലിറ്റർ. 2018 42% അധികം മഴ പെയ്തു. അന്ന് കേരളത്തിൽ മരിച്ച ഉരുൾപൊട്ടലിലും പ്രളയത്തിലും മരിച്ച ആളുകളുടെ മൊത്തം എണ്ണം 483. 2018 ലാൻഡ് സ്ലൈഡിൽ മാത്രം മരിച്ച ആളുകളുടെ എണ്ണം 373. ഈ 373 പേര് മരിച്ചതിൽ ഏറ്റവും കൂടുതൽ പർട്ടിക്കുലർ ഏരിയയിൽ മരിച്ചത് ഇവിടുന്ന് 6 കിലോമീറ്റർ ഏരിയൽ ഡിസ്റ്റൻസ് വയ്ക്കിയ കുറാഞ്ചേരിയിൽ. ആ കുറാഞ്ചേരിയിൽ പെയ്ത മഴയും അവിടുത്തെ ഭൂമിയുടെ ചെരുവും ഇവിടെ പെയ്ത ഈ കുർമാൽകുന്നിലെ ആയുർജാക്ക് ഫാമിൽ പെയ്ത മഴയും ഈ ആയുർജാക്ക് ഫാമിൻ്റെ ചെരുവും സെയിമാണ്. അവിടെ മഴ പെയ്തപ്പോൾ ഉരുൾപൊട്ടി 19 ആളുകൾ മരിച്ചപ്പോൾ ഇവിടെ മഴ പെയ്തപ്പോൾ ആ മഴവെള്ളം മുഴുവൻ ഭൂഗർഭജലമായി മാറേണ്ടായ ഈ അടിയിലുള്ള 35 വീട്ടുകാർക്കും താഴെ ഒരു 100ഓളം ഏക്കർ സ്ഥലത്തേക്കും കൃഷി സ്ഥലത്തേക്കും വെള്ളമായി. 2019 25% സെൻട്രൽ വാട്ടർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഫുൾ കണക്ക് പുറത്തേക്ക് വന്നിട്ടില്ല. ആ മഴവെള്ളം ഇവിടെ ഭൂഗർഭജലമായി മാറും. അപ്പം നമുക്ക് കേരളത്തിൽ ഉരുൾപൊട്ടുന്നു അല്ലെങ്കിൽ പ്രളയം ഉണ്ടാവുന്നു എന്ന് പറയുന്നത് നമുക്ക് ഒരു പരിധി വരെ കൺട്രോൾ ചെയ്യാൻ പറ്റും. കാരണം ഈ കുന്നുകളും മലകളും മലഞ്ചെരിവും കുന്നും ചെരിവും ഒക്കെ പ്രോപ്പറായിട്ട് സംരക്ഷിച്ച് കൃഷി ചെയ്യുകയാണെങ്കിൽ, ഇപ്പോൾ കവളപ്പാറ ഉണ്ടായത് സംരക്ഷിക്കാതെ പറ്റിയ അബദ്ധം. അവിടെ പാറ പൊന്തി നിൽക്കുന്ന സ്ഥലത്ത് ആവശ്യമില്ലാതെ റബ്ബർ കൃഷി ചെയ്യാൻ വേണ്ടിയിട്ട് ആ മേൽപ്പാറയുടെ മുകളിലത്തെ മണ്ണ് നീക്കം ചെയ്തപ്പോൾ അവിടെ മഴ പെയ്ത് ഈ പാറയുടെ തൊട്ട് മുകളിൽ മേൽമണ്ണ് പിടിച്ചു നിൽക്കുന്ന ഒരു തരം മണ്ണുണ്ട്, ലിത്തോമാർജിക് എന്ന് പറയും, കളിമണ്ണ് രൂപത്തിൽ. ആ മേൽമണ്ണ് പോയപ്പോൾ ഈ ലിത്തോമാർജിക് മണ്ണ് വെയിൽ കൊണ്ടത് വിണ്ട് ആ വിണ്ട മണ്ണിലേക്ക് മഴവെള്ളം വന്നപ്പോൾ അത് അലിഞ്ഞ് അങ്ങനെ തള്ളിപ്പോയി. ഈ ഇത്രയും ഡിസ്റ്റൻസിൽ പ്ലാവ് 15 അടി അകലത്തിൽ വെക്കാം നമുക്ക്. 15 അടിയൊക്കെ അല്ല, അത് ചില ഇപ്പം ഈ വഴി വരുന്ന സ്ഥലത്ത് നമ്മൾ കുറച്ച് അടുപ്പിച്ച് വയ്ക്കുക. അപ്പോൾ ഈ വഴിയിലേക്ക് വളരാൻ പറ്റും. പിന്നെ കുറച്ച് കൊല്ലങ്ങൾ കഴിഞ്ഞാൽ, ഒരു 5-10 കൊല്ലം കഴിഞ്ഞാൽ കുറച്ച് അടുത്ത് പോയി കഴിഞ്ഞാൽ ഇതിൻ്റെ ഇടയിൽ കായ്ഫലം ഏതെങ്കിലും കുറവുള്ള വല്ല പ്ലാവ് ഉണ്ടെങ്കിൽ അവനെ കട്ട് ചെയ്ത് മാറ്റാം. അപ്പം അതുവരെ നമുക്ക് മാക്സിമം ഈൽഡ് കിട്ടും. അതല്ല 4 പ്ലാവിൻ്റെ ഇടയിൽ നിന്ന് ഒരു പ്ലാവിനെ ഉന്മൂലനം ചെയ്താലും നമുക്ക് 10 കൊല്ലം വരുമാനം കിട്ടിക്കഴിഞ്ഞാൽ വേരധികം ഇറങ്ങുമോ? ഇല്ല, വേറെ ഇറങ്ങാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള സ്ഥലത്തൊന്നും പ്രശ്നമില്ല. പിന്നെ വീടുകളുടെ തൊട്ടടുത്താണെന്നുണ്ടെങ്കിൽ ഈ വീടിൻ്റെ തറയും പ്ലാവും വയ്ക്കണ ഗ്യാപ്പിൽ ഒരു ചെറിയൊരു ട്രഞ്ചിട്ട് കൊടുത്താൽ മതി. ഇത് പക്ഷേ ഈ കാണുന്നില്ല വേറൊരു വെറൈറ്റി. ഇതൊരു പ്രത്യേകതയുള്ള പ്ലാവാണ്. ഇത് നമ്മൾ കുരു പാവി മുളപ്പച്ചേന്ന് കിട്ടിയ ഇതിൻ്റെ അത് വേറൊരു ടൈപ്പ്. വേറെ ഞങ്ങൾക്ക് 11 ലക്ഷം കുരു പാവി മുളപ്പച്ചേന്ന് 25ഓളം വ്യത്യസ്ത ഇനങ്ങൾ കിട്ടിയിട്ടുണ്ട്. അത് ശരി. വെളുത്ത ഇലയുള്ള പ്ലാവുകൾ എല്ലാം ഇവിടെ ഉണ്ടോ? പിന്നെ അതും നോക്കാം, അത് നോക്കണമല്ലോ. ഇത് പ്ലാവിൻ്റെ ഇലകളുടെ കളറ് ഡാർക്ക് ഗ്രീൻ എന്നാണ് ലോകത്ത് എവിടെ പോയാലും ഏത് ഗൂഗിൾ അടിച്ചാലും കിട്ടുള്ളൂ. പക്ഷേ ഈ കുർമാൽകുന്നിലെ ആയുർജാക്ക് ഫാമിൽ ഒരു പ്ലാവ് 11 ലക്ഷം കുരു പാവി മുളപ്പിച്ചെന്ന് ഒരെണ്ണം കിട്ടിയിട്ടില്ല. അത് വൈറ്റ് കളറിലേക്ക് കിടക്കണം. ഇതിന് ഞങ്ങൾ ഇട്ടേക്കണ പേര് വൈറ്റ് ജാക്ക് എന്നാണ്. അപ്പോൾ അത് അപൂർവത്തിൽ അത്യപൂർവമാണ്.
ഇങ്ങനൊരു പ്ലാവില ഒരാളും കണ്ടിട്ടുണ്ടാവില്ലേ. നമ്മൾ ഈ കരിമ്പുലി എന്നൊക്കെ പറയുന്നത് ഇതൊരു സ്പെഷ്യൽ ബ്രീഡായിട്ട് വരും, അതിൽ യാതൊരു തർക്കമില്ല. ഇപ്പം ഞങ്ങളുടെ കയ്യിൽ മാവിൻ്റെ ഇല പോലെയുള്ള പ്ലാവ് ഉണ്ട്. ഇതിൻ്റെ ഈ ഇല തൊട്ട് കഴിഞ്ഞാൽ ആടിൻ്റെ ചെവി പിടിക്കുന്ന സോഫ്റ്റ്നെസ്സാണ്. ഒന്ന് പിടിച്ചു നോക്കൂ, ഈ ഇലന്ന് പിടിച്ചു നോക്കൂ. ആടിൻ്റെ ചെവി പിടിക്കുന്ന സോഫ്റ്റ്നെസ് അത്രയും ഇതൊരു സ്പെഷ്യൽ വെറൈറ്റിയാണ്. ഇനിയും ഇഷ്ടം പോലെ വെറൈറ്റികളായിട്ടുള്ളത് ഇതല്ല, ഇതിൻ്റെ അപ്പുറത്തേക്ക് നിൽക്കുന്നുണ്ട്. മാവില പോലെയാണ് ഈ പ്ലാവിൻ്റെ. ഇതൊരു പ്ലാവാണ്, ഇല ശരിക്കും മാവില പോലെയാണ്. ഇതിന് മാംഗോ ജാക്ക് എന്നാണ് ഇതിൻ്റെ പേരിട്ടേക്കണേ. ഇതുമേ ഉണ്ടാവുന്ന ചക്ക ഒരു പക്ഷേ മാങ്ങയുടെ ഷേപ്പ് അല്ലെങ്കിൽ മാങ്ങയുടെ രുചിയായി മാറാം എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇതൊരു പ്ലാവ്, ഇതിൻ്റെ രണ്ടിൻ്റെയും ഇലകൾ ശ്രദ്ധിക്കാം. ഇതിൻ്റെ ഇല ഈ ടൈപ്പ്, ഈ ഇല ഈ ടൈപ്പ്. പക്ഷേ ഇതിൻ്റെ കടവശം എന്ന് പറയുന്നത് ഒരെണ്ണമാണ്. ഒരു കടയിൽ രണ്ടെണ്ണാണത്. ഇത് 1, ഇത് 2. ഇത് ഡബിൾ ജാക്ക് എന്നാണ് അതിൻ്റെ പേരിടുന്നത്. 2 തരം ചക്കകൾ. ഇതൊരു പ്രത്യേക ഇലയാണ്. ഇത് സാധാ ഇലയാണ്, ഇത് വേറെ ഇലയാണ്. ഇത് പ്ലാവാണെന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ വിശ്വസിക്കില്ല. ഇത് പ്ലാവാണെന്ന് പറഞ്ഞാൽ തീരെ വിശ്വസിക്കില്ല. ഇത് പ്ലാവാണെന്ന് പറഞ്ഞാലും വിശ്വസിക്കില്ല. അപ്പോൾ നമുക്ക് 24 ഇനം പ്ലാവുകൾ കയ്യിൽ കിട്ടിയെന്ന് പറഞ്ഞാൽ ഇതൊക്കെ പ്ലാവിൻ്റെ ഇലയുടെ നിർവചനം മാറ്റുന്ന ഇലയാണ്. ഡാർക്ക് ഗ്രീൻ എന്ന് പറയുന്ന പ്ലാവിൻ്റെ നിർവചനം ഇതൊക്കെ ഡാർക്ക് ഗ്രീൻ അല്ലല്ലോ, മൾട്ടി കളറാണ്. ഇത് ഒരു പ്ലാവാണെന്ന് പറഞ്ഞാൽ ഒരിക്കലും വിശ്വസിക്കില്ല. എത്രയോ പ്രത്യേകതയാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. ഈ പ്ലാവ് ഈ 11 ലക്ഷം കുരുകൾ പാവിച്ചെന്ന് ഒരെണ്ണം കിട്ടിയതാണ്. ഇത് വളരെ വളരെ പ്രത്യേകതയുണ്ട് ഈ പ്ലാവിൻ്റെ ഇലയ്ക്ക്. ഇപ്പോൾ ആദ്യം നമുക്ക് പ്ലാവില പോലെ തന്നെ വന്നു, അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഇനം മാറുകയാണ്. ഇനം മാറിയിട്ട് ഈ ഷേപ്പിലേക്ക് വരികയാണ്. ഇതൊരു അപൂർവ പ്രതിഭാസമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തേക്കുന്നത്. കുറച്ച് കാലങ്ങൾ വളരും തോറും ഇലയ്ക്ക് വലിപ്പം കൂടുന്നു, ഷേപ്പും മാറി കിട്ടി. അപ്പോൾ അതൊരു വെറൈറ്റി പ്ലാവ് ആവുന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. ആലിസ് ഇൻ വണ്ടർലാൻഡ് നമ്മൾ കേട്ടിട്ടുണ്ട്. ആലിസിൻ്റെ അത്ഭുത ലോകം. സത്യം പറഞ്ഞാൽ ഇവിടെ വന്ന് കയറി പറഞ്ഞു കേട്ട് നല്ല രസമുള്ള സംഭവമാണെന്ന് അറിഞ്ഞു. പക്ഷേ ഇവിടെ വന്ന് ഇത് കണ്ടപ്പോൾ സത്യം പറഞ്ഞ കിളി പോയത്. കാരണം ഇത്രയും സ്ഥലത്ത് ഇത്രയും അധികം പ്ലാവുകൾ, അതും ഇത്ര വെറൈറ്റി പ്ലാവുകൾ, 365 ദിവസം ചക്ക, ഒരാൾ ഇതേന്നും പറഞ്ഞ് പ്ലാവിൻ്റെ പിന്നാലെ നടക്കുക. അങ്ങനെ അതൊരു സത്യം പറയാൻ ഇത് കാണുന്ന ഒരുപാട് പേർക്ക് ഭയങ്കരമായി പ്രചോദനം ചെയ്യുന്ന ഒരു കൃഷിയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ റബ്ബർ നഷ്ടത്തിലാണ് എന്ന് പറയുന്നവർക്ക് ഒരു മറുപടിയും കൂടാണ് ഈ പ്ലാവിൻ തൊട്ട്. ഏതായാലും ചേട്ടാ അത് സന്തോഷം. ഒരുപാട് ആളുകൾ വരുന്നു. ഇനിയും ഇതിൻ്റെ ഈ അയർ ജാക്ക് ഫാം അതിൻ്റെ ഉന്നതിയിലേക്ക് തന്നെ പോട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക്സ്. താങ്ക് യു.